ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചെറിയ വീഡിയോയാണ്. നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ കേട്ടോ. ഇന്നലെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. മടിയായിരുന്നു കേട്ടോ. 1-2 ദിവസമായിട്ട് നല്ല മഴയും നല്ല തണുപ്പും ഒക്കെ ആയിരുന്നില്ലേ. വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്നുണ്ട്, പണിയൊന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എന്നാലും വീഡിയോ എടുക്കാനും സാധാരണ ചെയ്യുന്ന അത്രയും പണികൾ ചെയ്യാനും ഒന്നൊരു മൂഡില്ലാത്ത ദിവസമായിരുന്നു കേട്ടോ. രാവിലെ ഇടിയപ്പവും കടലക്കറിയായിരുന്നേ. തിങ്കളാഴ്ച പിള്ളേർക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല, ചൊവ്വാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞിപ്പെണ്ണിനെ സ്കൂളിൽ വിട്ടിട്ടില്ലായിരുന്നേ. നല്ല മഴയും തണുപ്പും ഒക്കെ ആയതുകൊണ്ട് പിന്നെ തുണി അലക്കാനൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. ഇവിടെ ഈ ഒരു വർക്ക് ഏരിയയിലാണല്ലോ നമ്മുടെ അലക്കുകല്ലേ. അലക്കുകല്ലിലൊക്കെ വെച്ച് അലക്കണതിലൊക്കെ നനയത്തൊന്നുമില്ല. അതുകൊണ്ട് പുറത്ത് നല്ല മഴ പെയ്യുമ്പം ഞാൻ തുണിയൊക്കെ അലക്കി ഇവിടെ വിരിച്ചിടുമായിരുന്നേ. പിന്നെ കുഞ്ഞിപ്പെണ്ണിന് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് കുറച്ച് കഴിക്കാനുള്ളതൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞേച്ച് വേറെ കുറച്ച് പണികളും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വേഗം ചെയ്തൊക്കെ തീർത്തു കേട്ടോ. നല്ല തണുപ്പാണ്, നല്ല മഴയും നല്ല കാറ്റും. പിന്നെ എങ്ങനെയാണ് മടിയും ഉറക്കവും ക്ഷീണമൊക്കെ വരാതിരിക്കുന്നത്? നല്ല തണുപ്പൊക്കെ അല്ലേ. എവിടെയെങ്കിലും മൂടി പുതച്ചിരിക്കാനൊക്കെ കേട്ടോ തോന്നുന്നത്. നമുക്ക് വീട്ടിലിരിക്കുന്നവർക്ക് കുഴപ്പമില്ല, ജോലിക്കൊക്കെ പോകുന്നവർ വീട്ടിലെ പണിയും കഴിഞ്ഞ് ജോലിക്കും പോകണം, തിരിച്ച് വന്നാലും പണിയുണ്ടാവും. ഞായറാഴ്ച കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നേ. അത് അന്നേരം വെച്ചില്ല, അന്നേരം വേറെ എന്തൊക്കെയോ കറി ഉണ്ടായിരുന്നതുകൊണ്ട് അന്നത് വെച്ചില്ല. അപ്പോൾ ഞാൻ അത് ഐസൊക്കെ മാറ്റി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് മുളകും മല്ലിയും മഞ്ഞളും മസാലയും കുരുമുളകും പിന്നെ കുറച്ച് കായവും ഒരു നുള്ള് കായം ചേർത്താൽ മതി. ഇറച്ചിക്കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ കടലക്കറിക്കും ഇറച്ചിക്കറിക്കും ഒക്കെ കായം ചേർക്കും. എന്നിട്ട് മസാലയൊക്കെ തിരുമ്മി ഇറച്ചി അടുപ്പിൽ വെക്കാൻ പോവാണേ. ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 കിലോ ഇറച്ചി കേട്ടോ എടുത്തേക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കുറച്ച് നന്നായിട്ട് തന്നെ വേണം, ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നേരത്തെ ചൂടാക്കി വെച്ച മുളകും മല്ലിയും മഞ്ഞളും മസാലയും കുരുമുളകും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അതിന് മുമ്പ് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി പൊടികളൊക്കെ ചേർക്കാം. ഇനിയിപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്തേ. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി കുറച്ച് സമയം വെക്കാം. നേരം ഉണ്ടെങ്കിൽ വെക്കാം കേട്ടോ, അല്ലെങ്കിൽ വേവിച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കണ്ട, വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുക്കാവേ. തേങ്ങാക്കൊത്ത് ഞാനൊന്ന് മൂപ്പിച്ചെടുത്തു. കുറച്ച് ഉപ്പും മഞ്ഞളും ചേർത്തിട്ടോ മൂപ്പിച്ചെടുത്ത്. ഇനിയിപ്പോൾ ചെറിയുള്ളിയാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ സവാള കേട്ടോ ചേർത്ത്, ഒരു ചെറിയ സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കട്ടെ. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തിട്ടുണ്ട്. തക്കാളി വേണ്ട, നന്നായിട്ട് വഴറ്റിയെടുക്കാം. 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ചെറിയ തീയിൽ വെച്ച് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ മസാലക്കൂട്ട് അരയ്ക്കാം. പെരിഞ്ജീരകവും വെളുത്തുള്ളിയും കൂടെ കൂട്ടി കേട്ടോ അരയ്ക്കുന്നത്. അരകല്ലുണ്ടെങ്കിൽ അരകല്ല് വെച്ചിട്ട് നല്ല വെണ്ണ പോലെ അരച്ച് ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് മിക്സിയിൽ ഞാൻ അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. മിക്സിയിൽ അരയ്ക്കുമ്പം എത്ര അരിയുമെന്ന് അറിയത്തില്ല, ചെറിയ തരിതരിപ്പിനെ അരഞ്ഞ് കിട്ടത്തുള്ളൂ. വെല്ലുമ്മച്ചിയൊക്കെ അരകല്ല് വെച്ച് അരച്ച് നല്ല വെണ്ണ പോലെ അരച്ച് കറിയിൽ ചേർത്ത് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. ഇറച്ചിക്കറി വെക്കുമ്പോൾ സമയത്ത് നല്ല മണമാണ് ഇത് അരച്ചെടുക്കുമ്പോൾ തന്നെ. അപ്പോൾ ഞാനിത് ചെറിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ട് 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 മതി. ചക്കക്കുരുവോ കൂർക്കയോ ഒക്കെ മെഴുക്കുരട്ടി വെക്കുന്ന സമയത്ത് ഇതുപോലെ പെരിഞ്ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ച് ചേർത്ത് മെഴുക്കുരട്ടി വെക്കും. അതിന് നല്ല ടേസ്റ്റ് മണമൊക്കെ കേട്ടോ. മസാലകളൊന്നും വേറെ ചേർക്കാതെ പെരിഞ്ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ചതായിരിക്കും അതിനകത്ത് ചേർക്കുന്നത്. ഇതിനകത്ത് ഇപ്പം ഞാൻ ശകലത്തോളം ഗരം മസാല, വീട്ടിൽ പൊടിച്ച ഗരം മസാല ചേർത്തിട്ടുണ്ടായിരുന്നു ഇറച്ചി വേവിച്ച സമയത്ത്. പിന്നെ ബീഫൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് എണ്ണയൊക്കെ ചേർത്ത് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീഡിയോ ആദ്യം മുതലേ കാണുന്നവർക്കറിയാം, ഞാൻ എണ്ണയൊക്കെ വളരെ കുറച്ചാട്ടോ എല്ലാ കറിയിലും ചേർത്ത് വെക്കാറുള്ളത്. ചേട്ടായിക്ക് ഒരുപാട് എണ്ണ ഒഴിച്ച് കറി വെക്കുന്നതിനോട് താല്പര്യമില്ല. എണ്ണ ഇങ്ങനെ മുകളിലിങ്ങനെ തെളിഞ്ഞ് കാണുന്നതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ എണ്ണ കൂടുതൽ ഒഴിക്കാൻ കുഴപ്പമില്ലെങ്കിൽ ഒഴിച്ചോ കേട്ടോ. കൂടുതൽ എണ്ണ ഒഴിക്കുവാണെങ്കിൽ ടേസ്റ്റാണ്.
ഹെൽത്തിന് അത്ര നല്ലതൊന്നുമല്ലേ എണ്ണ ഒരുപാട് ഒഴിക്കുന്നത്. മുളകും മല്ലിയും ചൂടാക്കി കൂടെ ഞാൻ കുറച്ച് വീട്ടിൽ പൊടിച്ച ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ പാക്കറ്റിൽ മേടിക്കുന്ന മീറ്റ് മസാല ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. വീട്ടിൽ നമ്മൾ പൊടിച്ചെടുക്കുന്ന മസാലയ്ക്ക് കേട്ടോ കൂടുതൽ ടേസ്റ്റും മണമൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒട്ടും വെള്ളം ഒഴിക്കാതെ വേവിച്ചതാണേലും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തോട് കൂടി തന്നെയാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഞാൻ അരച്ച് വെച്ച മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ബീഫ് ഫ്രൈ ചെയ്ത് അടുപ്പിൽ നിന്ന് ഇറക്കുന്നതിന് മുമ്പ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ. ലാസ്റ്റ് ഭാഗം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചേട്ടയുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ വർത്തമാനം പറയും ചായ കൊടുക്കുകയൊക്കെ ആയതുകൊണ്ട് അന്നേരം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ചേട്ടായി പൊറോട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇത് പിന്നെ ഇന്നലത്തെ വീഡിയോയാ. രാവിലെ ഏത്തപ്പഴം പുഴുങ്ങി, പിന്നെ ബ്രെഡ് മുട്ടയും പാലും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയല്ലേ, അങ്ങനെ ആക്കിയെടുത്തതാണ്. ഇത് നല്ല നാടൻ കായാണേ. നമ്മുടെ പരിചയത്തിൽ ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതാണ്. വിഷമൊന്നും ഇടാതെ ഉണ്ടാക്കുന്ന കായാകുമ്പോൾ പിള്ളേർക്ക് കൊടുക്കാനൊക്കെ നല്ലത്. ഇങ്ങനത്തെ പഴമൊക്കെ മേടിക്കുന്നതാണല്ലോ. പച്ചക്കായും ഒക്കെ ഇങ്ങനെ മേടിക്കാറുണ്ട്. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഹോൾസെയിൽ കടയിൽ നിന്നും പച്ചക്കായും പഴമൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ. ഹോൾസെയിൽ കടയിൽ നിന്നാകുമ്പോൾ വില കുറച്ച് സാധനം കിട്ടും. ഇന്നിപ്പോൾ തുണിയൊന്നും അലക്കാനില്ലായിരുന്നു. പാത്രമൊക്കെ കഴുകാനും അടിച്ചു വാരാനും തറ തുടയ്ക്കാനും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞേച്ച് പിന്നെ ഞാൻ കുഞ്ഞിപ്പെണ്ണിന് ചെറിയ ജലദോഷമുണ്ട്. അവൾക്ക് മരുന്നും ഒക്കെ കൊടുത്തേച്ച് ഫ്രിഡ്ജ് വൃത്തിയാക്കാൻ വേണ്ടി പോവുകയാണ്. ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. എല്ലാ സാധനങ്ങളും കഴുകി തുടച്ചൊക്കെ വെക്കുക. വെയിലൊന്നും ഇല്ലല്ലോ ഉണക്കി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എടുത്തേച്ച് കഴുകി ഉണക്കി തിരിച്ചങ്ങോട്ട് വെക്കാൻ നേരത്ത് എനിക്കൊരു തപ്പലാണ് കേട്ടോ. ആദ്യമൊക്കെ ഒന്ന് തലതിരിച്ചൊക്കെ ആയിരിക്കും വെക്കുന്നത്. പിന്നെ എടുത്ത് നേരെ വെക്കും. എത്ര പ്രാവശ്യം ഉപയോഗിച്ചാലും അതിങ്ങനെ തലതിരിഞ്ഞ് പോകും വെക്കാൻ നേരത്ത്. ഈ ഒരു ഫ്രിഡ്ജ് 15 വർഷം പഴക്കമുള്ളതാണ്. അക്കുവിൻ്റെ പ്രായമുണ്ട് ഫ്രിഡ്ജിനും നമ്മുടെ വണ്ടിക്കും ഒക്കെ അക്കുവിൻ്റെ പ്രായമുള്ളതാണ് കേട്ടോ. എനിക്ക് ഫ്രിഡ്ജിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വെക്കാനൊന്നും ഉണ്ടാവത്തില്ല. ചേട്ടായി എന്നും ടൗണിൽ പോയി വരുന്ന ആളായതുകൊണ്ട് അന്നന്ന് വേണ്ട സാധനങ്ങൾ അങ്ങനെ മേടിച്ചുകൊണ്ട് വരുക. പിന്നെ മീനൊക്കെ ആയിരിക്കും തലേദിവസം കൊണ്ടുവന്ന് ഇതിനകത്ത് വെക്കുന്നത് കൂടുതലായിട്ട്. അതിനാട്ടോ ഉപകാരമുള്ളത്. പിന്നെ ഞാൻ ചോറ് കഴിച്ചു. ചോറിന് സാമ്പാറും ഉണക്കമീൻ വറുത്തതുമായിരുന്നു ഉണ്ടായിരുന്നത്. ചേട്ടൻ അടയ്ക്ക പറിക്കുന്നുണ്ട്. ഇവിടെ അകത്ത് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ടല്ലോ സ്റ്റെയറിൻ്റെ മുകളിലേ. ഇതിനൊക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഡബിൾ ജാറായിരുന്നു. ഒരു ജാറിൽ വെള്ളം കുറച്ച് സപ്പോർട്ടിന് വേണ്ടി കൊടുക്കണം. കുറച്ച് ചൂട് ഫീൽ ചെയ്യാൻ എന്തൊക്കെയോ കുറച്ച് പാത്രങ്ങളും പിന്നെ കുറച്ച് ലിക്വിഡും ഒക്കെ വിൽക്കാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ടായിരുന്നേ. ചേട്ടായി ഒന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞു. എന്നാലും നോക്ക് എന്നൊക്കെ പറഞ്ഞ് ചേട്ടായെ കൊണ്ട് നിർബന്ധിച്ച് നോക്കിപ്പിക്കുകയൊക്കെ ചെയ്തു. എന്നാലും ഒന്നും മേടിച്ചൊന്നുമില്ല. നമുക്കൊന്നും ആവശ്യമില്ലല്ലോ, പിന്നെ എന്തിനാ അത്. അങ്ങനെ പിന്നെ ഞങ്ങൾ രാത്രിയിൽ ഭക്ഷണം കഴിക്കുവാണ്. ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കപ്പക്കൂട്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇറച്ചി മേടിച്ച കൂടെ നല്ല കട്ടൻ കാപ്പിയൊക്കെ വെച്ചു. അങ്ങനെ ഭക്ഷണം കഴിക്കുക. പിന്നെ കുറച്ച് കുക്കുംബറൊക്കെ അരിഞ്ഞ് ഒരു സാലഡ് പോലെ ആക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. അത് ചേട്ടായിയും കുഞ്ഞിപ്പെണ്ണും കൂടെ കഴിക്കുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.